ഒരാഴ്ചയുടെ വ്യത്യാസത്തിലാണ് ആ രണ്ട് കുട്ടികൾക്ക് തങ്ങളുടെ അച്ഛനെ നഷ്ടമാകുന്നത്. വല്ലാത്ത വേദനയും പ്രതിഷേധവുമൊക്കെ അവരുടെ വാക്കുകളിലുണ്ട് താനും. പക്ഷേ ഇപ്പോഴും ശാശ്വതമായ ഒരു പരിഹാരം എന്നത് അകലെ തന്നെയാണ്. ബേലൂർ മഖനെ പിടികൂടാനുള്ള ദൗത്യവും പാതിവഴിയിൽ തന്നെ നിൽക്കുന്നു. ഇപ്പോൾ പോളിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങ് ഇപ്പോൾ നടക്കുകയാണ്. പാക്കത്ത് കമൽ വിവരങ്ങളുമായിട്ട്. കമൽ, സംസ്കാര ചടങ്ങിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയോ? അടക്ക ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ ഈ കല്ലറ മൂടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. അല്പസമയം മുമ്പാണ് പള്ളിക്കകത്തെ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തായാലും ഇപ്പോൾ 5:20 ആയിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ പള്ളിയിൽ പൂർത്തിയാവുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഈ മൃതദേഹം വീട്ടിലേക്കും അത് കഴിഞ്ഞ് പള്ളിയിലേക്കൊക്കെ എത്തിക്കാൻ കഴിഞ്ഞത്. വീട്ടിലെത്തിച്ചിട്ടും അവിടെ നിന്ന് ഇറക്കാൻ കുറെ പ്രതിഷേധങ്ങൾ കാരണം അവിടെ ഇറക്കാൻ കുറെ സമയം കാത്തു നിൽക്കേണ്ടി വന്നു. ബന്ധുക്കൾ ഈ പുൽപ്പള്ളിയിലെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല, അത് എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വലിയ രീതിയിൽ അവിടെയും പ്രതിഷേധമുണ്ടായത്. തുടർന്ന് ADM സ്ഥലത്തെത്തി ഉറപ്പുകൾ രേഖാമൂലം അറിയിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ച. വീട്ടിൽ മൃതദേഹം വെക്കുകയും അവിടെ കാണാനുള്ളവർക്ക് സൗകര്യം ചെയ്യുകയും ചെയ്തത്. തുടർന്ന് വീട്ടിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ പെട്ടെന്ന് പൂർത്തിയാക്കിയാണ് മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുവന്നത്. പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ശരി, സംസ്കാര ചടങ്ങ് പൂർത്തിയാവുകയാണ് പാക്കത്തെ പള്ളിയിൽ. വല്ലാത്ത വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് വയനാട് ആകെ കടന്നു പോകുന്നത്. ദിവസങ്ങളുടെ ഇടവേളയിൽ 2 മനുഷ്യജീവനുകളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഷേധവുമാണ് ഇന്ന് രാവിലെ മുതൽ പുൽപ്പള്ളിയിൽ കാണുന്നത്.